Good afternoon. Afternoon, ma'am. Good afternoon. അപർണ മിസ് ലീവാണ് കേട്ടോ, അതാണ് ഞാൻ വന്നത് ഇന്ന്. ഓക്കെ, ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, പ്രയർ. മാം, പ്രയർ ഞാൻ പാടുന്നത്. നിത്യക്ക് എവിടെയോ പോവാനുള്ളത് കൊണ്ട് ഒന്ന് പാടാൻ വേണ്ടി പറഞ്ഞേ. പാടാം. കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. നമ്മൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണി, ചൂടുവയ്ക്കുമീ പദങ്ങൾ നിർത്തലോലമാകണി, തടങ്ങൾ സ്വർഗമാകണി, അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണി, പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണി. Thank you, ma'am. Ma'am, quote: the best ornament is humility. The richest wealth is wisdom. The strongest weapon is patience. The best security is faith. The best tonic is laughter. Sri Buddhan. സൈനികളും ഞാനാണ് മാം ചെയ്യേണ്ടത്. സ്റ്റോറിയാണ് പിന്നെ. കിണറ്റിൽ വീണ കഴുത. ഒരു കർഷകനും വയസ്സനായ ഒരു കഴുതി ഉണ്ടായിരുന്നു. ഒരു ദിവസം കഴുത അബദ്ധത്തിൽ ഒരു പൊട്ടക്കിണറ്റിൽ വീണുപോയി. കർഷകൻ ഓടിയെത്തി കിണറ്റിലേക്ക് നോക്കി. ഭാഗ്യം, കുഴപ്പമൊന്നുമില്ല. കഴുത കിണറ്റിൽ എഴുന്നേറ്റ് നിന്ന് മുകളിലേക്ക് നോക്കി നിൽക്കുകയാണ്. കർഷകൻ എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം ആലോചിച്ചു നിന്നു. പെട്ടെന്ന് അയാൾക്ക് തോന്നി, ഇതൊരു വയസ്സൻ കഴുതയാണ്. ഇവനെ ഇനി രക്ഷപ്പെടുത്തിയിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അയാൾ ഉടൻ തന്നെ വീട്ടുകാരെയും ജോലിക്കാരെയും വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഈ കഴുതയെ എനിക്കിനി വേണ്ട. ഇവനെ ഈ കിണറ്റിൽ തന്നെ കുത്തിക്കളയാം. അതിന് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. അവർ സമ്മതിച്ചു. ഉടൻ തന്നെ ഓരോരുത്തരും കുട്ടകളിൽ മണ്ണ് കൊണ്ടുവന്ന് കിണറ്റിലേക്ക് ഇടാൻ തുടങ്ങി. മുകളിൽ നിന്നും മണ്ണ് വീഴുന്നത് കണ്ട് കഴുത ആദ്യമൊന്ന് അമ്പരന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല. എങ്കിലും പുറത്തു വീണ മണ്ണ് അവൻ കുടഞ്ഞു കളഞ്ഞു. അപ്പോഴതാ വീണ്ടും മണ്ണ് വീഴുന്നു. അവനും അതും കുടഞ്ഞു കളഞ്ഞു. അങ്ങനെ തന്റെ ദേഹത്തു വന്ന് വീഴുന്ന മണ്ണ് കിണറ്റിലേക്കു തന്നെ കുടഞ്ഞു കളഞ്ഞ് അതിനുമേൽ കയറി നിന്നു. കുറെ കഴിഞ്ഞപ്പോൾ മണ്ണ് വീണ് കിണറ്റിന്റെ ആഴം കുറഞ്ഞു. മണ്ണിൽ ചവിട്ടി ചവിട്ടി കഴുത കിണറിന് പുറത്തെത്തുകയും ചെയ്തു. ഇത് കണ്ട് കർഷകനും ജോലിക്കാരും അത്ഭുതപ്പെട്ടുപോയി. തന്റെ പുറത്തു വീണ മണ്ണ് കുടഞ്ഞു കളഞ്ഞ് ധൈര്യപൂർവ്വം പ്രവർത്തിച്ചുകൊണ്ടാണ് കഴുതയ്ക്ക് തന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. അല്ലാതെ ആദ്യം തന്നെ മണ്ണ് പുറത്തു വീണപ്പോൾ കഴുത തളർന്നു പോയെങ്കിലോ, പിന്നാലെ തുരതുരാ വീഴുന്ന മണ്ണിനടിയിൽപ്പെട്ട് അവൻ ചത്തുപോയേനെ. ഇതുപോലെയാണ് ജീവിതത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളും. ഓരോ പ്രശ്നത്തിൽ നിന്നും രക്ഷ നേടാൻ ആദ്യം അവയെ ബുദ്ധിപൂർവ്വം ഒഴിവാക്കണം. ഇല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളുണ്ടായി അതിലെല്ലാം കൂടി നമ്മളെ തകർക്കും. കഴുത ചെയ്തതുപോലെ ഓരോ പ്രശ്നവും പരിഹരിക്കുന്നതോടൊപ്പം അത് നമ്മുടെ ഉയർച്ചയുടെ ചവിട്ടുപടിയായി കാണുകയും ചെയ്താൽ ജീവിതത്തിൽ നല്ല വിജയം ഉണ്ടാകും. താങ്ക് യു മാം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇന്നലെ സ്കൂൾ മാനേജ്മെന്റ് ഫിനിഷ് ചെയ്തു. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ഓഫീസ് മാനേജ്മെന്റ് ആണ് കേട്ടോ. യൂണിറ്റ് 2 ആണ്, പാർട്ട് 4 യൂണിറ്റ് 2. കാണുന്നില്ലേ ടെക്സ്റ്റ് ബുക്കില്? ഓക്കെ, ഫസ്റ്റ് പേജ് ഒന്ന് റീഡ് ചെയ്യട്ടോ.
മൃദുല റീഡ് ചെയ്തോ? ആ റീഡ് ചെയ്തു മാം. മോൾക്ക് മനസ്സിലായതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ആ പറയാം മാം. അത് ഓരോ പാരഗ്രാഫായിട്ട് വായിച്ചിട്ട് പറഞ്ഞ പോലെ. The word office management means maintaining the staff, maintaining the record, decision making, and so on. But the teacher is not an office manager. She cannot make decision, or she does not want to control other staff. She is only taking part in the office work. ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യുക, റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, ഡിസിഷൻ ഒക്കെ എടുക്കുക, ഇങ്ങനെയുള്ള ജോലികൾ നിർവഹിക്കുന്ന ഒരു ഡ്യൂട്ടിയാണ്. പക്ഷെ ടീച്ചേഴ്സ് ഒരിക്കലും ഓഫീസ് മാനേജർ ആകുന്നില്ല. അവര് ഓഫീസിൽ ജസ്റ്റ് പാർട്ടായിട്ട് വർക്ക് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. Often the teacher with good English and neat handwriting will be given the work of operate the files and registers. മാം, അതായത് നല്ല ഹാൻഡ് റൈറ്റിങ്ങും നല്ല ഇംഗ്ലീഷ് നോളജും ഉള്ള ടീച്ചേഴ്സിന് ഫയലും രജിസ്റ്റേഴ്സും ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതർവൈസ് വിൽ ബി ഗിവൺ സം അതർ വർക്ക്. അതല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും തരത്തിലുള്ള വർക്കുകൾ കിട്ടാം. ഷീ ഷുഡ് ഡു ഓൺലി ദ വർക്ക് ഡിസ്പോസ് ടു ഹെർ. അവൾക്ക് കിട്ടിയിരിക്കുന്ന വർക്ക് മാത്രമാണ് ചെയ്യേണ്ടത്. ഗിവിംഗ് ഐഡിയാസ് ടു അതേഴ്സ് മേക്ക് എ ടീച്ചർ ഇൻവോൾവ് ഇൻ അതേഴ്സ് വർക്ക് ആൻഡ് ദിസ് എൻഡ് വിത്ത് പ്രോബ്ലം. അതായത് മറ്റുള്ളവർക്ക് ഐഡിയ കൊടുക്കുക, മറ്റുള്ളവരുടെ ജോലിയിൽ ഇടപെടുക, അതൊക്കെ പ്രശ്നത്തിലേക്കായിരിക്കും നയിക്കുന്നത്. Every teacher should take care of maintaining the attendance register of her class, leave letters of her class, and register visitors and entries in the visitors notebook during the absence of all the administrator. അതായത് ടീച്ചർ ക്ലാസ്സിലെ അറ്റൻഡൻസ് രജിസ്റ്ററും അതുപോലെ ലീവ് ലെറ്റേഴ്സും അതുപോലെ ആരെങ്കിലും വിസിറ്റ് ചെയ്യുന്ന ആ എൻട്രി ബുക്ക് ഉണ്ടല്ലോ, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ടീച്ചറുടെ കടമയാണ്. മതിയോ മാം? മതി. ഓക്കെ, അടുത്തത് 5 ഒന്ന് റീഡ് ചെയ്തേ. മൂന്നാമത്തെ പാരഗ്രാഫ് 5 Every teacher should take care of maintaining the attendance register of her class, leave letter of her class, and register visitors and entries in the visitors notebook during the absence of all her administrations. അതായത് എന്താപ്പോ അറ്റൻഡൻസ് രജിസ്ട്രേഷനും പിന്നെ ലീവ് ലെറ്റർ ഓഫ് ദ ക്ലാസ്, എന്താപ്പോ ഹാജർ രജിസ്ട്രേഷൻ സൂക്ഷിക്കുക, ക്ലാസ്സിലെ കത്തുകൾ ഉണ്ടാവുമല്ലോ അത് ഇതാക്കുക, അതേപോലെ തന്നെ സന്ദർശക നോട്ട് ബുക്ക്, സന്ദർശക എൻട്രികൾ രേഖപ്പെടുത്തുക എന്നിവയൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. പറഞ്ഞോ മാഡം. If she is given the work of operating the admission register, staff register, അതല്ലേ വായിച്ചത് നേരത്തെ ആ കുട്ടി? ഇതന്നെയല്ലേ വായിക്കേണ്ടത്? നാലാമത്തെ പാരഗ്രാഫ് തന്നെയല്ലേ? Staff leave register and so on. Then only she should touch them. The teacher in the office work should not leak the message even to the close friend or life partner. Keeping concealment is very important. അതായത് അഡ്മിഷൻ രജിസ്റ്റർ, സ്റ്റാഫ് രജിസ്റ്റർ, സ്റ്റാഫിന്റെ ലീവ് രജിസ്റ്റർ തുടങ്ങിയ പ്രവർത്തിക്കുന്ന ജോലി അവർക്ക് നൽകി കഴിഞ്ഞാൽ അത് തൊട്ട് ഇങ്ങനെ ഓഫീസ് കാര്യങ്ങൾ, ഓഫീസ് ജോലിയിൽ അധ്യാപക അടുത്ത സുഹൃത്തിനെ മറ്റു ജീവിത പങ്കാളിക്ക് പോലും സന്ദേശം ചോർത്തി കൊടുക്കരുത്. അത് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥ വരില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത വായിക്കണം. Any promotion from the teaching grade is only an administrative post, so the teacher should think that taking part in the office work is a training for her. In the starting point, she should show each and all work she does to her superiors who had allotted the work and get checked whether she had done it properly. Okay. അതായത് ഓഫീസ് ജോലിയിൽ പങ്കെടുക്കുന്നത് ഒരു പരിശീലനം എന്ന അധ്യാപിക കരുതണം. പിന്നെ തുടക്കത്തിൽ തന്നെ ചെയ്യുന്ന ഓരോ ജോലി അനുവദിച്ച മേലുദ്യോഗസ്ഥരെ കാണിക്കുകയും അത് ശരിയായി ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയൊക്കെ വേണം.
അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ? കറക്റ്റ് ആണോ? അതെ മതി മതി. ഓക്കെ, അപ്പൊ ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് പാരഗ്രാഫ് നേരത്തെ മൃദുല വായിച്ചിട്ടുണ്ടായിരുന്നു. The word office management means maintaining the staff, maintaining the records, decision making and so on. അപ്പൊ ചിലപ്പോൾ ചോദ്യം വരാം, ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മീൻ ചെയ്യുന്നത് എന്താണ്? ഓപ്ഷനിൽ വരാം മെയിൻറ്റെയിനിങ് ദ സ്റ്റാഫ്, മെയിൻറ്റെയിനിങ് ദ റെക്കോർഡ്സ്, ഡിസിഷൻ മേക്കിംഗ്, ഓൾ ഓഫ് ദ എബോവ്. ഏതാണ് ആൻസർ വരിക? ഓൾ ഓഫ് ദ എബോവ് ആയിരിക്കും. ഓൾ ഓഫ് ദ എബോവ് അല്ലെ? അപ്പൊ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപ്പൊ ഓഫീസ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ 3 കാര്യങ്ങളാണ്. ഓക്കെ, പക്ഷെ ടീച്ചർ എന്ന് പറയുന്നത് ഒരു ഓഫീസ് മാനേജർ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അല്ലെ? അവൾക്ക് അല്ലെങ്കിൽ ടീച്ചർക്ക് ചിലപ്പോ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ സ്കൂളിന്റെ ഓവറോൾ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനോ സാധിച്ചെന്ന് വരില്ല. ഓഫീസ് വർക്കുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ടീച്ചറുടെ യഥാർത്ഥ ജോലി. ഓക്കെ, അപ്പൊ ഓഫീസ് വർക്കുകൾ ചെയ്യുന്നത് കൊണ്ട് എന്ത് കൊടുക്കുന്നില്ല? പ്രത്യേക രീതിയിലുള്ള പവറുകളും കാര്യങ്ങളൊന്നും അധികാരങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ടീച്ചർക്ക് കൊടുക്കുന്നില്ല അല്ലെ? പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ആരാണ്? സ്കൂളിന്റെ ആരാണ് എടുക്കുന്നത്? മാനേജ്മെന്റ് അല്ലേ? പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലെ? പിന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് സ്കൂൾ ഹെഡ് ഉണ്ട് അല്ലെ? അപ്പൊ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജോലികളൊന്നും ടീച്ചേഴ്സ് ചെയ്യേണ്ടതില്ല. ഓഫീസ് വർക്കുകൾ കൊടുക്കുമ്പോൾ എല്ലാവർക്കുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് പറഞ്ഞിരിക്കുന്ന ജോലി എന്താണോ അത് ചെയ്യുക മാത്രമാണ് ടീച്ചറുടെ ജോലി. ഓക്കെ, അതുപോലെ തന്നെ often the teachers with good English and neat handwriting will be given the work of operating the files and registers. Otherwise, I will be given some other work. She should do only the work dispersed to her. Giving ideas to others makes a teacher involved in others. Work and this ends with the problem repeatedly. അതുപോലെ തന്നെ ഓഫീസ് വർക്കുകൾ കൂടുതലായിട്ട് കൊടുക്കുന്ന ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവര് നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിവുള്ള ടീച്ചേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഗുഡ് ആയിട്ടുള്ള ഒരു ഹാൻഡ് റൈറ്റിംഗും ടീച്ചർക്ക് ഉണ്ടാകും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ടീച്ചേഴ്സിനെയാണ് ഓഫീസ് വർക്കുകൾ കൈകാര്യം ചെയ്യാനായിട്ട് ഏൽപ്പിക്കുന്നത്. നിങ്ങള് ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നപ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും, നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള കുട്ടികളെയാണ് ചാർട്ടുകളും മറ്റും പ്രിപ്പയർ ചെയ്യാനായിട്ട് ടീച്ചേഴ്സ് നിയോഗിക്കുക. ആണോ? ഒന്ന് ഓർത്തു നോക്കിയേ അല്ലേ? അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെയും ടീച്ചേഴ്സിന്റെ ഇടയിലും നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരും അതുപോലെ തന്നെ നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ളവരൊക്കെ ഉണ്ടാവും. അപ്പൊ അവരെ എന്ത് ചെയ്യും? അവർക്ക് പ്രത്യേകം പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അവരെ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് കാര്യങ്ങള് നീക്കിക്കൊണ്ടു പോവുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫയലുകൾ അല്ലെങ്കിൽ രജിസ്റ്ററുകൾ, സൂക്ഷിക്കുന്ന രജിസ്റ്ററുകള്, ഫയലുകളൊക്കെ ഇവരെ കൈകാര്യം ചെയ്യാനാണ്, അവരെ മാനേജ് ചെയ്യാനാണ് ഏൽപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ മറ്റു പല ജോലികളും കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ജോലികൾ ഓഫീസുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ജോലികൾ കൊടുക്കുമ്പോൾ അവള് മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ഈ ടീച്ചർ എന്ന് പറയുന്ന വ്യക്തി മറ്റുള്ളവരുടെ വർക്കുകളിൽ ഇടപെടാനായിട്ട് പാടുള്ളതല്ല, കൂടുതൽ ഇന്ററാക്ഷൻ പാടുള്ളതല്ല. ഇപ്പോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഐഡിയാസ് പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ വർക്കുകളിലോ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കാം, നിങ്ങളൊരു ടീച്ചറായിട്ട് സ്കൂളിൽ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്താണോ ജോലി തരുന്നത് ആ ജോലി ചെയ്തു തീർക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊന്നും ഇടപെടാനായിട്ട് പോകരുത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ജോലി തരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചില ക്ലാസ്സുകൾ തരും, ചില സബ്ജക്റ്റുകൾ തരും. ആ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാൻ നല്ല രീതിയിൽ, അതുപോലെ നിങ്ങൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് വ്യക്തമായിട്ട് കുട്ടികൾക്ക് ക്ലിയർ ആകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അല്ലാതെ മറ്റ് ടീച്ചേഴ്സിന്റെ ഒരു കാര്യത്തിലും ഇടപെടാനായിട്ട് വെക്കരുത്. ഓക്കെ, ടീച്ചർ ജോലി എന്ന് പറയുന്നത് നമുക്ക് ഒരു തരത്തിൽ പറഞ്ഞാല് ഫ്രീഡം തരുന്ന ഒരു ജോലിയാണ്. അങ്ങനെയാണോ നിങ്ങളുടെ അഭിപ്രായം? ഫ്രീഡം കിട്ടാറുണ്ടോ മറ്റുള്ള ജോലിയിൽ നിന്ന് അപേക്ഷിച്ച്? കിട്ടാറില്ലേ? ഫ്രീഡം ഇല്ലേ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? മാം, ഞാൻ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മളെപ്പോഴും സുപ്പീരിയേഴ്സിന്റെ അണ്ടർ കൺട്രോളിലായിരിക്കും.
അവരാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. നമുക്ക് എത്ര ഐഡിയ ഉണ്ടെങ്കിലും അതൊന്നും എന്താ പറയാ, ഒന്നും കാണിക്കാനുള്ള ഒരു ചാൻസ് ഒന്നും നമുക്ക് തരില്ല. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇനി അടുത്ത സ്ഥലത്ത് പോകുമ്പം വേണമെങ്കിൽ മാറാം. പൊതുവേ നല്ലതായിരിക്കാം, പക്ഷെ എന്റെ അനുഭവത്തിൽ നെഗറ്റീവ് ആണ്. അതെ അതെ, അങ്ങനെ ഒരു അത് എക്സ്പീരിയൻസ് ശരിയാണ് മാം. പലരും പറയണ കേട്ടിട്ടുണ്ട്. പലരും പറഞ്ഞിട്ടുണ്ട്. സുപ്പീരിയേഴ്സിന്റെ അണ്ടറിൽ നമ്മൾ നിൽക്കണം കരുതും അല്ലേ? നല്ല ഫ്രീ ഇതല്ലേ എന്നൊക്കെ കരുതും. എന്താണ് നമ്മൾ കരുതും ടീച്ചേഴ്സ് നല്ല നല്ല രസമുള്ള ജോലിയാണ് എന്നൊക്കെ കരുതും. എനിക്ക് വ്യക്തമാകുന്നില്ല, ക്ലിയർ ആകുന്നില്ല പറയുന്നത്. ഇവിടെ ഇത് കട്ടാവുന്നുണ്ട്. ഇപ്പോഴോ? അഞ്ജു ഒന്നുകൂടി പറയാമോ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. നമ്മൾ കരുതും നല്ല ഫ്രീഡുള്ള ജോബാണെന്നൊക്കെ കരുതും. പലരും പറഞ്ഞിട്ടുണ്ട് ജോലികളിൽ ഏറ്റവും നല്ലത് അധ്യാപക ജോലിയാണെന്ന്. പക്ഷെ കയറി കഴിയുമ്പോഴാണ് നമുക്ക് എല്ലാം ഓരോരുത്തരുടെ അനുഭവം കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. ആണല്ലേ, അങ്ങനെ തോന്നിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, അത് ചിലപ്പോ എന്താ പറയാ, എല്ലായിടത്തും ഇത് ഉണ്ടാവണമെന്നില്ല കേട്ടോ. ഇപ്പൊ മൃദുല പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അഞ്ജു പറഞ്ഞതുപോലെ എല്ലാവരും ഭയങ്കരമായിട്ട് കൺട്രോളിങ്ങും കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവില്ല. അതായത് സ്കൂളുകളെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവർത്തന രീതി, അവരുടെ ഒരു എന്താ പറയാ, അവര് ഇതുവരെ ആ സ്കൂളിൽ പ്രവർത്തിക്കുന്ന ഇത്രയും നാൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്രൈറ്റീരിയ നിശ്ചയിക്കുന്നത്. എല്ലാവർക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. ചിലർക്ക് നല്ല എക്സ്പീരിയൻസ് ആവാൻ ഉണ്ടാകുന്നത്. ചില സ്കൂളുകളിൽ മാക്സിമം ടീച്ചേഴ്സിന് ഫ്രീഡം കൊടുക്കാറുണ്ട്. കാരണം ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോവുക. ഒരു ഓഫീസ് ജോലി എന്ന് പറയുന്നതിനേക്കാളും എന്താണ് കുറച്ചും കൂടി ഫ്രീഡം ഉണ്ടെന്നാണ് എനിക്ക്, എന്റെ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ. കുറച്ചും കൂടി ഫ്രീഡം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ നമ്മൾ ഒരു ഓഫീസിൽ ചെന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ജോലി എടുക്കുന്നു. നമ്മൾ പല കാര്യങ്ങളും ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. മേലധികാരികളുടെ ഇൻവോൾവ്മെന്റ് ആ ജോലിയിൽ ഉണ്ടാകാം. അതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചെങ്കിലും നമ്മുടേതായിട്ടുള്ള രീതിയിലാണ് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചെടുക്കുന്നത്. ഇപ്പൊ സുപ്പീരിയർ പറയാം ഇന്നതുപോലെ ചെയ്യണം അല്ലെങ്കിൽ ഇന്നതുപോലെയാണ് നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് അങ്ങനെ പഠിപ്പിക്കണമെന്നില്ല. കാരണം ഓരോ ടീച്ചേഴ്സിനും വ്യത്യസ്തമായിട്ടുള്ള ടീച്ചിങ് രീതികളാണുള്ളത് അല്ലെ? അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. ടീച്ചിങ് സ്റ്റൈൽ ഡിഫറെന്റ് ആണെന്ന് തോന്നിയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അവരുടെ രീതിക്കാണ് പഠിപ്പിക്കുക. അപ്പൊ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, പക്ഷെ മറ്റു ടീച്ചേഴ്സ് ഞാൻ പഠിപ്പിക്കുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോ പഠിപ്പിക്കുന്നത് അല്ലെ? ആണോ? അങ്ങനെയാണോ? അങ്ങനെയല്ല മാം, എല്ലാവർക്കും വേറെയാണ്. ഞാൻ പറയാൻ കാരണം ഞാൻ മോണ്ടിസറിയിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ മോണ്ടിസറി ടീച്ചേഴ്സിന്റെ ഫ്രീഡം നമ്മൾ പല പാരഗ്രാഫിലും വായിച്ചു. ഫ്രീഡം ഒട്ടും ഉണ്ടാവില്ല, ക്ലാസ്സിൽ തന്നെയാണ്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന മെത്തേഡ് ഓഫ് ടീച്ചിങ് അല്ലല്ലോ മോണ്ടിസറി മെത്തേഡിലുള്ളത്. അത് ഓൾറെഡി ഫിക്സഡ് ആണ്, നമ്മൾ അത് തന്നെ വേണം ചെയ്യാൻ. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ ക്ലാസ്സിൽ തന്നെ ഇരിക്കും. അതിന്റെ ഇടയ്ക്ക് വേറെ ഉള്ളവരുടെ കൺട്രോളും കൂടെ നമുക്ക് കിട്ടും. അപ്പൊ ടോട്ടലി നന്നായിട്ട് ഞാൻ അവിടെ കഷ്ടപ്പെട്ടിരുന്നു. അല്ലേ? ഓക്കെ ഓക്കെ, മനസ്സിലായി. ഓക്കെ, അപ്പോ ഓരോ സ്കൂളുകളിൽ നിന്നും ഓരോ തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ്. ആദ്യം തന്നെ മടുപ്പിക്കുവാണോ? എന്താണ്? ആദ്യം തന്നെ മടുപ്പിക്കുവാണോന്ന്? ആദ്യം തന്നെ പഠിപ്പിക്കുവാണോന്ന് മനസ്സിലായില്ല. ആദ്യം തന്നെ മടുപ്പിക്കുവാണോന്ന്? ഓക്കെ 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 ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ എന്താണ് ഓരോ രീതികള്, ടീച്ചിങ് സ്റ്റൈലുകള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറി മാറി വരാം. ഓക്കെ, നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. എന്താണ് പറഞ്ഞത്? അതായത് മറ്റുള്ളവരുടെ ജോലിയിൽ അല്ലെങ്കിൽ അവരുടെ ടീച്ചിങ് പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും ഇൻവോൾവ് ചെയ്തത് അവർക്ക് തന്നിരിക്കുന്ന ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ എല്ലാ ടീച്ചേഴ്സും അറ്റൻഡൻസ് രജിസ്റ്റർ കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ലീവ് ലെറ്ററുകള്, അതുപോലെ രജിസ്റ്റേഴ്സ്, വിസിറ്റേഴ്സ് നോട്ട്, ഇതൊക്കെ എന്ത് ചെയ്തിരിക്കണം? കീപ്പ് ചെയ്തിരിക്കണം. അതായത് അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ആബ്സെൻസിൽ, അതായത് ഇത്തരത്തിലുള്ള രജിസ്റ്ററുകൾ കൈകാര്യം ചെയ്യാനായിട്ട് ഓഫീസിൽ ഒരു വ്യക്തിയെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവും. അവരുടെ ആബ്സെൻസിൽ കീപ്പ് ചെയ്യേണ്ടത് ആരാണ്? ടീച്ചറാണ്. 3 പാരഗ്രാഫും മനസ്സിലായോ?
അപ്പൊ നമുക്ക് എന്താണ് അറ്റൻഡൻസ് രജിസ്റ്റർ എന്ന് എഴുതാം കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, പറയുന്നുണ്ടാവും എന്താണ് അറ്റൻഡൻസ് രജിസ്റ്റർ. അറ്റൻഡൻസ് രജിസ്റ്റർ കുട്ടികളുടെ ഹാജർ, കുട്ടികളുടെ ഹാജറാണ്, അറ്റൻഡൻസ് ആണ്. ഓക്കെ, അതാണ് രേഖപ്പെടുത്തി വെക്കുക അതിനകത്ത്. അപ്പൊ എഴുതിക്കോളൂ കേട്ടോ. An attendance register is a record keeping tool. An attendance register is a record keeping tool used to track the presence, comma absence, comma absence, or leave of students, or leave of students. ഒന്നുകൂടെ പറയാമോ മിസ്സേ? ഒന്നുകൂടി പറയാം. An attendance register is a record keeping tool used to track the presence, comma absence, comma or leave of students. ഓക്കെ, അത്രയും പോയിന്റ് ആണ് എഴുതേണ്ടത്. പിന്നെ ക്ലാസ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ടീച്ചറാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് എന്താ പറയാ, എല്ലാ കുട്ടികളുടെയും പ്രസന്റ്, അതായത് എത്ര പേരാണ് പ്രസന്റ് ആയിട്ടുള്ളത്, എത്ര പേരാണ് ആബ്സെന്റ് ആയിട്ടുള്ളത്, ഇനി എത്ര പേരാണ് ലീവ് ആയിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാകും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സ്റ്റുഡൻസ് റെഗുലർ ആയിട്ട് സ്കൂളുകളിൽ വരുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്താനായിട്ട് സഹായിക്കും. പിന്നെ സ്കൂൾ ഇൻസ്പെക്ടർ, അതായത് സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഇത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാം, അതായത് കുട്ടികൾ പ്രോപ്പർ ആയിട്ട് ക്ലാസ് റൂമിൽ കയറുന്നുണ്ടോ, ഓക്കെ പ്രോപ്പർ ആയിട്ടാണ് അവർ ഇരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ചെക്ക് ചെയ്യാനായിട്ട് ഈ ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ അറ്റൻഡൻസ് രജിസ്റ്റർ? ഓക്കെ അല്ലേ? ഇപ്പൊ ഞാൻ ഗ്രേഡ് ചെയ്യാൻ പോകുന്നുണ്ട് കുടുംബശ്രീകളെ. ഇപ്പൊ അതിന് രജിസ്റ്റർ ബുക്ക് ഉണ്ട്, അതില് A* കിട്ടിയ കുടുംബശ്രീ, അത് 3 പ്രാവശ്യം ഗ്രേഡ് ചെയ്യുമ്പോൾ A* കിട്ടി കഴിഞ്ഞാൽ അവർക്ക് സർട്ടിഫിക്കറ്റ്. ഇപ്പൊ എന്റെ കയ്യിൽ രജിസ്റ്റർ ബുക്ക് ഉണ്ട്, ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കാണിച്ചു തന്നോളൂ. ക്യാമറ എടുത്തേക്ക് കാണാവാ നോക്കട്ടെ കേട്ടോ. കണ്ട? കണ്ടു. ഇപ്പൊ ഓരോ കുടുംബശ്രീക്കാർക്കും ഗ്രേഡ് ചെയ്ത് കൊടുത്തേക്കണേ. A* കിട്ട്, A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D വരെ കിട്ടിയവരുണ്ട്. ഓക്കെ, വെരി ഗുഡ്. എത്ര നാളായി കുടുംബശ്രീയില്? കുടുംബശ്രീയില് ഇപ്പൊ 3 വർഷമായി. ഇപ്പൊ പുതിയ പോസ്റ്റ് ആയിട്ട് 1 വർഷം കഴിഞ്ഞു. ഇപ്പൊ വീണ്ടും ട്രെയിനിങ്ങും കാര്യങ്ങളും തന്ന് സ്ഥിരം പോസ്റ്റ് ആക്കി അവിടെ. ആണല്ലേ? അപ്പൊ നല്ല പണിയായിരിക്കും. നമ്മൾ പോയിരുന്നാൽ തന്നെയും വരില്ല ആൾക്കാര്. ഓരോ ദിവസവും വിളിച്ചു കൂട്ടും, ഇന്ന സ്ഥലത്ത് വരുന്നുണ്ട്, ഗ്രേഡ് ചെയ്യാൻ വരുന്നുണ്ട് വായെന്ന് പറഞ്ഞ്. ചിലപ്പോ നമ്മൾ വൈകുന്നേരം വരെ ഇരുന്നാൽ ചിലപ്പോ 3 പേര് 4 പേരൊക്കെ ആയിരിക്കും വരുന്നത്. അങ്ങനെ അപ്പൊ അവർക്ക് സംരംഭം ചെയ്യണേ. ജോലി എങ്ങനെയാണ് കിട്ടിയത്? അത് ഞാൻ ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ലോക്കോസ് എന്നും പറഞ്ഞൊരു ഇത് ചെയ്യണമായിരുന്നു.
അങ്ങനെ അതില് കയറിയതാ. പിന്നെ ഇത് വെറുതെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് ട്രെയിനിങ്ങിന് പോണോന്ന് പറഞ്ഞു. അങ്ങനെ ജസ്റ്റ് ചാലക്കുടിയിൽ ട്രെയിനിങ്ങിന് പോയി, അങ്ങനെ കിട്ടി. പിന്നെ പരീക്ഷ എഴുതാൻ പോയി, അതിന് സർട്ടിഫിക്കറ്റ് കിട്ടി, പരീക്ഷ പാസ്സായി. ഇപ്പൊ ഞങ്ങൾക്ക് നല്ല ഡ്യൂട്ടിയാണ്. നല്ല ഡ്യൂട്ടി എന്ന് വെച്ചാല് ഇവര് ബില്ല് പാസ്സാക്കുമ്പോൾ ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം പാസ്സാക്കാൻ. അതിനൊന്നും ഇപ്പൊ പറഞ്ഞു വിട്ട് മൃദുല പറഞ്ഞു വിട്ട് അവരൊന്നും അത് കൂട്ടാക്കില്ല. അവര് കൈകാര്യം ചെയ്യുന്ന ആരാണോ മിഷൻ നടത്തുന്ന പരീക്ഷയാണോ എക്സാം? അതാണോ ഇത്? ആർ സിറ്റി നടത്തണതാ. അതെ അല്ലേ? ഉം. കൂടുതൽ പേരുണ്ടാവും അപ്പോ? ഓരോ പഞ്ചായത്തിൽ നിന്ന് 2 FLC ആൾക്കാരുണ്ടാവും പരീക്ഷ. ഒരു പഞ്ചായത്തിൽ ഓരോ പഞ്ചായത്തിൽ 2 ആൾക്കാർ വെച്ചിട്ട്. അതെ അല്ലേ? അതാണല്ലേ. എനിക്ക് തോന്നുന്നു കോമൺ ആയിട്ടൊരു എക്സാം നടത്താറില്ലേ? റിസോഴ്സ് പേഴ്സൺ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. അതാണ് ഞങ്ങൾ, അതാണ് റിസോഴ്സ് പേഴ്സൺ ആണ് ഞങ്ങൾ. അതിലും അതാണ്. അതിന്ന് ഒരാളെ തെരഞ്ഞെടുത്തിട്ട് പോയി ഞാൻ എക്സാം എഴുതിയതാ. അങ്ങനെയാണ് അല്ലേ? ജോലി കൂടുതലാണോ? ജോലി ഇപ്പൊ എല്ലാ വാർഡിലും പോണം. ലോൺ മേള വരുമ്പോഴത്തേക്ക് അവിടെ പോണം. ഇന്നലെ നല്ല തല്ലായിരുന്നു അവിടെ ലോണിന് വന്നിട്ട് ആൾക്കാര്. നമ്മള് മെയിൻറ്റെയിൻ ചെയ്ത് പോണ്ടവരൊക്കെ. മോണ്ടിസോറിയിലേക്ക് വന്നതപ്പോ പീപ്പിൾസ് പഠിക്കാനായിട്ട്? മോണ്ടിസോറിയിൽ വന്നത് അങ്ങനെ പുറത്തോട്ട് പോകാനുള്ള ആഗ്രഹത്തിലാണ്. പക്ഷെ ഇപ്പൊ മോണ്ടിസോറിയിൽ നിൽക്കുവോ ഞാൻ ഇതിലും നിൽക്കുവോന്ന് ആലോചിക്കാൻ നിൽക്കാണ്. 2 വെള്ളത്തിലും കാലി ഓട്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇത് നമ്മൾ പിരിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പകരത്തിന് ആളെ കൊടുക്കണം. ഞാൻ ചെയ്യണ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒഴിഞ്ഞു പോകാം. ഭരണം മാറിയാലും ഞങ്ങൾക്ക് പോസ്റ്റ് മാറണില്ല. ഹെൽപ്ഫുൾ ആണെന്ന് തോന്നണല്ലേ മോണ്ടിസോറി ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട്? അങ്ങനെ തോന്നിയിട്ടില്ലേ? പിന്നെ തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവരെ ക്ലാസ് എടുത്ത് കൊടുക്കാനും അതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനൊക്കെ പറ്റുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സാധാരണ കാണുന്ന ഒന്നാണ് ഈ കുടുംബശ്രീയിൽ ഉണ്ടാകുന്ന തല്ലിപ്പഴക്കമൊക്കെ. അതൊക്കെ തീർത്തു കൊടുക്കണം. തീർത്തു കൊടുക്കണം. നമ്മുടെ ഡ്യൂട്ടി അതൊക്കെ തീർത്തു കൊടുക്കേണ്ടത്. മോണ്ടിസോറി ഒരുപാട് ഹെൽപ്ഫുൾ ആണ് അവര്. പൈസ അടക്കാത്തവരെയൊക്കെ പോയി തെരഞ്ഞു പിടിച്ച് അടപ്പിക്കണം. അതൊക്കെ ഇപ്പൊ ഞങ്ങളുടെ തലയിൽപ്പെട്ടേക്കാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് പറഞ്ഞ് ഇപ്പൊ ലിങ്കേജ് എടുത്തവരൊക്കെ അടയ്ക്കാത്തതുണ്ടെന്നുണ്ടെങ്കിൽ പോയി 3 കുടുംബശ്രീക്കാരെ നമ്മള് തിരിച്ചടപ്പിച്ചാൽ നമുക്ക് 500 രൂപ തരും. അങ്ങനെ അതിന് രജിസ്റ്റർ ബുക്കൊക്കെ ഉണ്ട്. ഇതിനും ഉണ്ട് രജിസ്റ്റർ, അതിനും ഉണ്ട്, ഗ്രേഡ് ചെയ്യണതിനുണ്ട്. വീട് എവിടെയാണ്? തൃശ്ശൂരാണോ? തൃശ്ശൂർ ജില്ലയാണോ? തൃശ്ശൂർ ജില്ല മാളയിലാണല്ലേ? എന്റെ ചങ്ങനാശ്ശേരി, കോട്ടയം. മുന്താസ്, എനിക്കൊരു ഉപകാരം ചെയ്യണം കേട്ടോ. ഞാൻ പിന്നെ പേഴ്സണലായിട്ട് ഇടാം. ഞാനും കുടുംബശ്രീയിലുണ്ട്. ഞങ്ങളവിടെ ഒരു പെണ്ണ് അതിനകത്തുനിന്ന് 1,37,000 രൂപ എടുത്തിട്ട് 1 വർഷമായി ഇവിടുന്ന് മുങ്ങിയേക്കുവാ. ചങ്ങനാശ്ശേരിന്ന് തൃശ്ശൂർ എവിടെയോ കണ്ട. ഞാൻ ആലപ്പുഴക്കാരിയാണ്. കല്യാണം കഴിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന. ഒരു രക്ഷയുമില്ല. കൊച്ചിനെ വിളിച്ചാൽ ഫോണും എടുക്കത്തില്ല, ഒന്നുമില്ല. 1 വർഷമായിട്ട് ഞങ്ങളായിട്ട് കളിപ്പിക്കുക. 11 മാസം കഴിഞ്ഞു ക്യാഷ് അടച്ചിട്ട്. നിങ്ങളുടെ കുടുംബശ്രീയിൽ നിങ്ങൾ എല്ലാരും കൂടി ലിങ്കേജ് ലോൺ അങ്ങനെ അതാണോ അവിടെ തെറ്റിക്കുന്നത്? അതെ അതെ. അപ്പൊ നിങ്ങളുടെ ബാധ്യതയാണല്ലേ അത് അടയ്ക്കേണ്ടത്? അതെ, അവന് ആരും സമ്മതിക്കത്തില്ല. അവനവന്റെ ബാധ്യതയില്ല. ഒരാരും 31-37 എടുത്തപ്പോ അവരുടെ ഉണ്ട് 5,000 രൂപയ്ക്ക് അടുത്ത മാസം അടവുണ്ട്. അതിന്റെ കൂടെ അവരുടെയും കൂടെ അടയ്ക്കാൻ ആരെങ്കിലും സമ്മതിക്കുമോ? ഇതിങ്ങനെ ഒത്തിരി പേര് ഇങ്ങനെ പെട്ടുപോകുന്നുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് വിശ്വാസം ഇല്ലാത്ത ആൾക്കാർ, കറക്റ്റ് ആയിട്ട് അടയ്ക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെ കൊടുക്കാൻ പാടുള്ളൂ. നമുക്കൊരു പരിചയമില്ലാത്ത മാത്രമാണ് അത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ സമ്മതിക്കില്ല, അംഗങ്ങൾ തന്നെ സമ്മതിക്കില്ലല്ലോ, മെമ്പേഴ്സ് തന്നെ. അല്ല, സാധാരണ കുടുംബശ്രീ എന്ന് പറഞ്ഞാല് അറിയാവുന്നവരല്ലേ കൂടത്തുള്ളൂ. നമുക്ക് അറിയാവുന്ന വ്യക്തികളെ കൊണ്ടല്ലേ കുടുംബശ്രീ കൂടുന്നത്, അല്ലാതെ വെളിയിൽ നിന്നൊരു ആള് വന്നല്ലല്ലോ. അപ്പൊ നമുക്കിങ്ങനെ ഒരു അബദ്ധം പറ്റുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നതേ ഇല്ല. ഞങ്ങളുടെ അടുത്തൊരു ചേച്ചി 7 ലക്ഷം എടുത്തിട്ട് മരിച്ചുപോയി. ഇപ്പൊ എന്ത് ചെയ്യാന്ന് ആലോചിച്ച അവരിങ്ങനെ ഇരിക്കും. എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ട്യൂഷൻ ഉണ്ട്. ട്യൂഷൻ എടുക്കുന്നുണ്ടല്ലേ? 15 വർഷമായിട്ട് ട്യൂഷൻ ഫീൽഡാ എടുക്കുന്നുണ്ടല്ലേ? അഞ്ചുവിന്റെ വീട് എവിടെയാ? മലപ്പുറം. മലപ്പുറം ഇല്ലല്ല, ഇപ്പൊ ചെയ്യണില്ല. ചെയ്തിട്ടില്ലായിരുന്നു. പാണ്ടിക്കാട് അറിയും. മലപ്പുറം
പാലക്കാട് അല്ലേ? ഇതിന്റെ കൂടെ എനിക്ക് ട്യൂഷൻ പിള്ളേരുണ്ട് കേട്ടോ. ഇപ്പൊ 3 പേര് ട്യൂഷനും കിട്ടിയിട്ടുണ്ട്. മോണ്ടിസോറി ഇപ്പൊ അതിനും ഉപകാരപ്പെട്ടു. ഓക്കെ ഓക്കെ. എനിക്ക് 20 പിള്ളേരുണ്ട്. എന്താണ് സമീന? 20 പിള്ളേരുണ്ടെന്ന്. 20 പിള്ളേരുണ്ട്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ 35 ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ വയ്യ, ഇയർ ബാലൻസിങ്ങിന്റെ പ്രശ്നമാണ്. ഓ കിടക്കാൻ ഭയങ്കര പാടാ. ഇതിന് നല്ല ലൈഫ് കൊച്ചു പിള്ളേരെ പഠിപ്പിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞ് ഇതിന് ചേർന്നത്. ഹെൽപ്ഫുൾ ആകുന്നുണ്ടോ മോണ്ടിസോറി മെത്തേഡ്? ഏതാ മോണ്ടിസോറി? മോണ്ടിസോറി ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഞാനിപ്പോ ഈ ഓഫീസ് മാനേജ്മെന്റ് പഠിപ്പിച്ചപ്പോ ഞാനൊരു സ്കൂളില് അക്കൗണ്ട്സിന് കുറച്ച് നാൾ വർക്ക് ചെയ്തായിരുന്നു, ഒരു 2-2.5 വർഷം. അപ്പൊ ഞാൻ ഈ രജിസ്റ്റർ എല്ലാം കീപ്പ് ചെയ്തതൊക്കെയാണ്. അപ്പൊ എനിക്ക് ഈ ഫീൽഡൊക്കെ എനിക്ക് ഒരുമാതിരി ഓക്കെയാണ്. മൃദുലയുടെ വീട് എവിടെയാ? മാം ഞാൻ കണ്ണൂരാണ്, കണ്ണൂർ ഇരിട്ടിയില്. കണ്ണൂര് ഇരുത്തി. ആ ഓക്കെ, കണ്ണൂരുകാരിയാണ് അല്ലേ? അതെ അതെ. 4 ജില്ല ഉണ്ടെന്ന് തോന്നുന്നല്ലേ മിസ്സേ? എന്താണ്? എല്ലാ ജില്ലക്കാരും ഉണ്ടെന്ന് തോന്നുന്നു. മൃദുല സേലത്താ മിസ്സേ, സേലത്താ താമസിക്കുന്നു. എന്താണ് ആ മുംതാസേ? ഞാന് ഇപ്പൊ ഉള്ളത് സേലത്താണ്. അതെ അതെ, ഇപ്പൊ ഉള്ളത് സേലത്താണ്. എന്റെ അമ്മയുടെ വീട് കണ്ണൂരാണ്. ഞാൻ 6 months വൺസേ അവിടെ പോവാറുള്ളൂ. അതെ അല്ലേ? ഓക്കെ ഓക്കെ. മുമ്പ് വർക്ക് ചെയ്തിരുന്നു, ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ? എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല മാം, ഞാൻ മോള് പ്രഗ്നന്റ് ആയപ്പോ ജോലി റിസൈൻ ചെയ്തതാണ്. മോണ്ടിസറിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ സ്കൂളിന് മാത്രമാണ് കേട്ടോ കുഴപ്പം, വേറെ എവിടെയും കുഴപ്പമില്ല കേട്ടോ സബീന. മോണ്ടിസറി സൂപ്പറാണ്, നല്ല രസമാണ് വർക്ക് ചെയ്യാനൊക്കെ. ഞാൻ അങ്ങനെ പറഞ്ഞാണ്. എന്റെ സ്കൂള് ഭയങ്കര വലുതും സ്ട്രിക്റ്റും ആയ ഒരു സ്കൂളായിരുന്നു. അവിടെ അന്നത്തെ എന്റെ ആ ഒരു ഏജിന് എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അവരവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ വിടൂല. ഞാൻ കഷ്ടപ്പെട്ട് പ്രഗ്നന്റ് ആയിട്ടാണ് ഞാൻ പുറത്ത് വന്നത് അവിടുന്ന്. അപ്പൊ മോണ്ടിസറി നല്ലതാണ്. എല്ലാ സ്കൂളുകളും, അതായത് നമ്മുടെ സ്കൂളിനെ ആശ്രയിച്ചിട്ടാണ് നമുക്ക് പറയാനായിട്ട് പറ്റുക. എല്ലാ സ്കൂളുകളിലും നമുക്ക് ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് അടിമകളാക്കുന്നു, അങ്ങനെയുള്ള ഒരു ഇതില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള ഒട്ടുമിക്ക സ്കൂളുകളും ഫ്രണ്ട്ലി ആണ്. നമ്മുടെ ഗവൺമെന്റ് ആയാലും അതുപോലെ തന്നെ മാനേജ്മെന്റ് ആയാലും ഒക്കെ ഒരുവിധം ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. നമുക്ക് ആവശ്യത്തിന് ഫ്രീഡം കിട്ടും. എന്റെ ഒരു ഒപ്പീനിയൻ ആട്ടോ ഞാൻ പറഞ്ഞത്. ഞാൻ ഈ ഒരു ടീച്ചിങ് പ്രൊഫഷനിൽ ഏറ്റവും കൂടുതൽ ഫ്രീഡം എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, മറ്റു ജോലി ഏതെങ്കിലും ഒരു ജോലി കിട്ടിയാലും അല്ലെങ്കിൽ അതിനകത്തോട്ട് പോകാനായിട്ട് തടയിടുന്നത് ചിലപ്പോ ആ ഫ്രീഡം അവിടെ ചിലപ്പോ എനിക്ക് കിട്ടണമെന്നുണ്ടാവില്ല. ഓക്കെ, അപ്പൊ എനിക്ക് ഉള്ളൊരു കാര്യം സത്യസന്ധമായിട്ട് ഞാൻ പറയുവാണ്, നമുക്ക് മറ്റൊരു ജോലിയേക്കാളും കൂടുതലായിട്ട് ഫ്രീഡം അനുവദിക്കുന്ന ഒരു ജോലിയാണ് ഈ ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നിങ്ങൾ സ്കൂളുകളിലൊക്കെ ഇനി വർക്ക് ചെയ്യാനായിട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക്, അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കും, മിസ് അശ്വതിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫ്രീഡം കിട്ടുന്ന ഒരു ജോലിയാണെന്ന്. അപ്പൊ നിങ്ങൾ ഓർക്കും, അപ്പോഴാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടുക. ഓക്കെ, പിന്നെ വെക്കേഷൻ ടൈമിന് വെക്കേഷൻ കിട്ടില്ലേ? 2 മാസം കിട്ടും, 10 ദിവസം കിട്ടും, അങ്ങനെ കിട്ടുമല്ലോ സ്കൂളിൽ. മറ്റുള്ളവർക്ക് അങ്ങനെ ഹോളിഡേസ് ഉണ്ടെങ്കിൽ അല്ലെ, കലണ്ടറിൽ റെഡ് കളർ ഉണ്ടെങ്കിൽ അന്ന് സ്കൂൾ അവധിയായിരിക്കും. അപ്പൊ കുറേയധികം കാര്യങ്ങളുണ്ട് വെക്കേഷൻ കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്കധികം എന്താ പറയുക, രാവിലെ കുറേയധികം ഇപ്പോ ഓഫീസ് ജോലികളൊക്കെ ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ കുറേയധികം ചിലപ്പോ നമ്മൾ ഇരിക്കേണ്ടി വരും അല്ലെ. നമുക്ക് നമ്മളുടെ പെരുമാറ്റം എങ്ങനെ ഇരിക്കും അതുപോലെ വരും കാര്യങ്ങൾ. അതെ അതെ, നമ്മുടെ ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്യാന്നുള്ളത് മാത്രമാണ്. അവരെ നമ്മളൊന്ന് എന്താ പറയാ, നല്ല രീതിയിലൊരു നമ്മളിലൊരു ഇത് വേണം, അട്രാക്ഷൻ തോന്നണം മറ്റുള്ളവർക്ക്. അതായത് ഫിസിക്കൽ ആയിട്ടുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ പെരുമാറ്റം അതുപോലെ തന്നെ നമ്മുടെ അപ്പിയറൻസ് എന്താണ്, ഇതൊക്കെ കൊണ്ട് അവര് നല്ലതെന്ന് മാനേജ്മെന്റിനെ കൊണ്ട് നല്ലതെന്ന് പറയിപ്പിക്കണം. അതിലുപരി നമ്മുടെ ക്ലാസ്സുകൾ, അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് എത്രമാത്രമാണ് അവർക്കത് മനസ്സിലാകുന്നത്, ഓരോ കുട്ടികൾക്കും അത് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ, അവിടെയാണ് നമ്മുടെ വിജയിക്കുന്നത് അല്ലെ, അവിടെയാണ് നമ്മൾ സക്സസ് ആവുക. ഒരു കുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം എത്രത്തോളമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവിടെ ഒരു ടീച്ചർ വിജയിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അത്തരം ചില കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. സജിതയുടെ വീട് എവിടെയാ?
സജിത ജേക്കബ് ആളില്ലേ ഇവിടെ? സജിത ഓക്കെ. ദീപ്തിയുടെ വീട് എവിടെയാ? എന്റെ വീട് കണ്ണൂര്. എന്റെ സ്വന്തം വീട് കണ്ണൂര് ഏമ്പേറ്റ് എന്ന് പറയും, പരിയാരം. എന്നെ കല്യാണം കഴിച്ചുകൊണ്ടുവന്നത് പയ്യന്നൂര് കുന്നരു എന്ന് പറയും. ആ ഓക്കെ ഓക്കെ. എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല മാം, വർക്ക് ചെയ്യുന്നില്ല. ഞാൻ കല്യാണത്തിന് മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യും, ഡ്രസ്സും എംബ്രോയിഡറി എല്ലാം ചെയ്യുന്നത്. പിന്നെ മോനായ ശേഷം ചെയ്തില്ല. പിന്നെ ഇപ്പം ഓക്കെ ഓക്കെ. സജിത മൈക്കോൺ ആണോ? മിസ് ഞാൻ സജിത ജേക്കബ്. അത് ഞാനേ വർക്കിലായിരുന്നു. എന്റെ വീട് തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര പറയും. ചേലക്കര. എന്താണ് ചെയ്യുന്നത്? എന്താണ്? ഞാന് ഇപ്പം ഒരു മെഡിക്കൽ ഷോപ്പില് വർക്ക് ചെയ്യണത്. നഴ്സിംഗ് പഠിച്ചിരുന്നു, പിന്നെ ജോലിക്ക് കയറി. അത് മോള് പ്രഗ്നന്റ് ആയതോടുകൂടി പിന്നെ ആ ഫീൽഡ് വിട്ടു. പിന്നെ ഇപ്പം അതിന് പോകുന്നില്ല. പിന്നെ ഡെലിവറി കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ ഒരു മനസ്സിന് എന്തൊക്കെയോ ബ്ലഡൊക്കെ കാണുമ്പോൾ ആകെ തലകറക്കോ അങ്ങനെയൊക്കെ ആയി. അപ്പൊ പിന്നെ ആ ഫീൽഡ് വിട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിന്റെ മോണ്ടിസോറിയുടെ ഒരു ഇത് കാണണം. അപ്പൊ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. എനിക്ക് ചെറുപ്പത്തിലെ ടീച്ചിങ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, പക്ഷെ അവിടേക്കൊന്നും എത്തിപ്പെടാൻ പറ്റിയില്ല. ഏതായാലും എത്തിപ്പെടുമെന്ന് വിചാരിക്കണു. അതെ അതെ, എന്തായാലും എത്തിപ്പെടും കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ കേട്ടു, ഞാൻ വർക്കിലായതുകൊണ്ട് റിപ്ലൈ തരാം. തൃശ്ശൂരിലേക്ക് എന്താ കുടുംബശ്രീയുടെ ലോണ് എടുത്തിട്ട് ഒരാൾ പോകുന്നു എന്നൊക്കെ പറഞ്ഞത് ആരാ? പേരൊന്നും പറഞ്ഞില്ലായിരുന്നു. പേര് പറയാൻ ജസ്റ്റ് എവിടെയെങ്കിലും എനിക്കും അറിയുമെങ്കിൽ ഞാനും പറയാം. ഞാനും കുടുംബശ്രീയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഞങ്ങളുടെ കുടുംബശ്രീയിൽ സെക്രട്ടറി, പിന്നെ തൊഴിലുറപ്പിന് മേറ്റൊക്കെ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ADS ആണ്. അങ്ങനെയൊക്കെ ചെറിയ വർക്കുകളൊക്കെ ഉണ്ട്. അതെ, അത് ചങ്ങനാശ്ശേരിയിലുള്ള ആളാണ്. ഇപ്പൊ തൃശ്ശൂർ എവിടെയോ ആണ് താമസിക്കുന്നത്. അങ്ങോട്ട് വന്ന് മുങ്ങി അവിടെ കണ്ട് കിടക്കുക. ആളുടെ പേരെന്ന് പറയുവോ? സുമയ്യ എന്നാ പേര്. ഞാൻ വേണേ ഫോട്ടോ ഷെയർ ചെയ്യാവേ. ഒരു ഇടയ്ക്ക് എന്റെ ഹസ്ബൻഡിന്റെ ഫോണിലേക്ക് ഒരു കോള് വരാറുണ്ട്, ഇതുപോലെ ഒരു പെങ്കൊച്ച് കാശുമായിട്ട്. അത് പത്തനംതിട്ട റാന്നി ജില്ലയിൽ നിന്ന് പോന്നെന്നും പറഞ്ഞിട്ട്. അറിയുവോ? അത് സിനിന്ന പേര്. ഇതല്ല, സുമയ്യ എന്നാ പേര്. അതെ, എനിക്കറിയാം. ഏതായാലും ഫോട്ടോ വിടും എവിടെയെങ്കിലും. ഞാനും തൃശ്ശൂരിൽ എവിടെയാണ് നമ്മൾ ഈ ചങ്ങനാശ്ശേരി കിടക്കുന്നത്? തൃശ്ശൂരിൽ എവിടെ വന്ന് തപ്പാൻ എവിടാന്നും പറഞ്ഞ ഫോട്ടോ എന്തായാലും ഞാൻ ഷെയർ ചെയ്യാം. അവരാരെങ്കിലും ഒന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ പോയി തപ്പിക്കോണം അവിടെ. ഇത്രയും ക്യാഷ് ഇല്ല, അതുകൊണ്ടാണ്. ഞാനത് കേട്ടു. അപ്പൊ എനിക്ക് അപ്പം മറുപടി പറയാൻ പറ്റിയില്ല. ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഫോൺ പുറത്ത് വന്ന് നിന്നിട്ടാ സംസാരിക്കണേ. ശരി മിസ്സേ. മിസ്, എനിക്ക് മിസ്സിനോട് ഒരു താങ്ക്സ് പറയാനുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇഷ്ടപ്പെട്ട ടീച്ചറെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട്? ഞാനത് ഇന്നലെ തന്നെ എഴുതിയിട്ട് എന്റെ ആ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ടീച്ചറിന് ഞാനത് വോയിസ് ആക്കിയിട്ട് അയച്ചു കൊടുത്തു. എന്റെ ടീച്ചർക്ക് വളരെ സന്തോഷമായി. അതുകൊണ്ട് എനിക്ക് ഇന്നലെ ഒരു നല്ല ഡേ ആയിരുന്നു അത്. അതിന് എനിക്ക് മിസ്സിനോടാണ് താങ്ക്സ് പറയാനുള്ളത്. നമ്മൾ അവരെയൊക്കെ ഇടയ്ക്ക് ഓർക്കണം കേട്ടോ. അല്ല, അതായത് ഈ ടീച്ചർമാരെന്ന് പറയുമ്പോഴേ നമുക്ക് ഇപ്പോ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ അവർക്ക് സമ്മാനമായിട്ട് ചിലപ്പോൾ കൊടുക്കാം, അല്ലെ? പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി അവരിഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്താണെന്നോ, എവിടെയെങ്കിലും വെച്ച് അവരെ കാണുമ്പോൾ നിങ്ങളൊന്ന് വന്ന് സംസാരിക്കുന്നതാണ്. അപ്പൊ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ? ഈ ഒരു കോഴ്സ് കഴിയുമ്പോൾ നിങ്ങളെ പിന്നെ ഞാൻ കാണില്ല. പക്ഷെ എനിക്ക് നിങ്ങളെ പേഴ്സണൽ ആയിട്ട് ശരിക്കും പറഞ്ഞാല് മുഖം പോലും അറിയില്ല, ഫേസ് പോലും അറിയില്ല. പക്ഷെ നിങ്ങൾക്ക് എന്നെ അറിയാം. അപ്പൊ ചിലപ്പോൾ ഞാൻ ഓർക്കണമെന്നില്ല. അപ്പൊ എവിടെയെങ്കിലും വെച്ചിട്ട് എന്നെ കാണുമ്പോൾ എന്റെ അടുത്ത് വരുവാണ്, ഇത് അശ്വതി അല്ലേ എന്ന് ചോദിച്ചു വരുമ്പോൾ അപ്പൊ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലുത്. അതായത് നമ്മളെ അവരെ ഓർക്കുക. അതായത് നമ്മുടെ ഒരു കാലഘട്ടത്തിൽ മുഴുവനും നമ്മളെ സ്വാധീനിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു പ്രിയപ്പെട്ട വ്യക്തിയാണ് അവര്. അപ്പൊ അവരെ ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് തോന്നുക.
ചിലപ്പോ ആ സമയത്ത് ചിലപ്പോ നമ്മളെ എന്താ പറയാ ചിലപ്പോ വഴക്ക് പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാകാം. പക്ഷെ അതൊന്നും ഓർക്കാതെ അവരെ എപ്പോഴും ചേർത്ത് പിടിക്കുന്നതാണ് എല്ലാത്തിലും നല്ലത്. അപ്പൊ നമുക്കതിന്റെ ഒരു അനുഗ്രഹം എപ്പോഴും ദൈവത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നലെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ടീച്ചറിനെ കുറിച്ച് എഴുതാനായിട്ട്. ഓക്കെ, അത് മൃദുല എഴുതിയിട്ടുണ്ടാവും. മൃദുല എഴുതിയല്ലേ? ആ മാം, ഞാൻ എഴുതിയത്. അതൊന്ന് എഴുതി. പ്രസന്റ് ചെയ്യാമോ? ആ വായിക്കാം. ആ, ഓക്കെ. എന്റെ പ്രിയപ്പെട്ട ഷൈനി ടീച്ചർ, എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ടീച്ചറാണ് എന്റെ ഷൈനി ടീച്ചർ. എന്നെ പാട്ടുപാടാനും കഥ പറയാനും പടം വരയ്ക്കാനും പഠിപ്പിച്ചു. എന്റെ പഠനത്തിന് അടിത്തറയിട്ടും തന്ന ടീച്ചർക്ക് ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? മൃദുലാമ്മ എന്നാണ് ടീച്ചർ എന്നെ വിളിച്ചിരുന്നത്. എന്റെ വീട്ടിലെ സ്റ്റീൽ പാത്രങ്ങൾ പലതും ടീച്ചർ എനിക്ക് സമ്മാനം തന്നതായിരുന്നു. ആദ്യമായി എന്നെ മടിയിലിരുത്തി വരയ്ക്കാൻ പഠിപ്പിച്ച അരയന്നത്തെ ഞാൻ ഇടയ്ക്ക് ഇന്നും വരയ്ക്കാറുണ്ട്. പൂവും പൂച്ചട്ടിയും ഇന്നും ഓർക്കാറുണ്ട്. ഞാൻ ആദ്യമായി കളിപ്പാട്ടങ്ങൾ കണ്ടതും സൈക്കിൾ ചവിട്ടിയതും മാല കോർത്തതും ഭക്ഷണം തനിയെ വാരിക്കഴിച്ചതും അവിടുന്നാണ്. കരിമ്പച്ച കമ്പിളിയും പായും പച്ച വെളിച്ചെണ്ണ ഒഴിച്ച മേസിന്റെ ഉപ്പുമാവും എങ്ങനെ മറക്കാനാണ്? ടീച്ചർ നന്നേ മെലിഞ്ഞിട്ടായിരുന്നു. കണ്ണിൽ നിറയെ കൺമഷി എഴുതും. അത് കണ്ട് കണ്ട് ഞാനും കണ്ണെഴുതാൻ പഠിച്ചു. അങ്കനവാടിയുടെ ചുറ്റും ഞൊട്ടാഞ്ഞൊടിഞ്ഞ ചെടിയുടെ കാടായിരുന്നു. മുൻഭാഗത്ത് റോഡായതിനാൽ പിൻഭാഗത്ത് കൂടിയാണ് വരേണ്ടത്. ചെറിയ തിട്ടയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീണാലോ എന്ന് പേടിച്ച് ഞങ്ങളെ ടീച്ചർ എടുത്തിറക്കുമായിരുന്നു. കഞ്ഞിയും പയറും കുടിച്ച് അന്ന് ഉറങ്ങിയ ഉറക്കം ഇന്നും ഉറങ്ങാൻ എനിക്ക് കൊതിയാണ്. ടീച്ചറുടെ മേശയ്ക്കകത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്ന കളർ ചോക്കുകൾ അത് ചിലർക്കൊക്കെ വൈകിട്ട് കൊടുത്തുവിടും. അടങ്ങിയിരിക്കുന്നവർക്കും നന്നായി ഉറങ്ങുന്നവർക്കും ഉള്ളതാണ് ആ കളർ ചോക്കുകൾ. ഉറങ്ങുന്ന പോലെ അഭിനയിച്ച് ഞാനും വാങ്ങിയിട്ടുണ്ടത്. അവിടെ തുടങ്ങിയ അഭിനയം സ്കൂളിലും കോളേജിലും എന്തിന് ജീവിതത്തിൽ പോലും ഞാൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്കനവാടിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആരോഗ്യ ഉദ്യോഗസ്ഥയെ ടീച്ചർ ബഹുമാനിക്കുന്ന കണ്ടാണ് ഞാൻ ബഹുമാനം എന്താണെന്ന് പഠിച്ചത്. വയറേ ശരണം എന്ന പാട്ട് പാടി പഠിപ്പിച്ച് ടീച്ചർ ഞങ്ങളെ ഹൈജീനിറ്റിയും പഠിപ്പിച്ചു. മിഠായി പെറുക്കൽ മത്സരത്തിന് മിഠായിക്ക് പകരം അന്ന് കല്ലുകളാണ് ഉണ്ടായിരുന്നത്. നമ്പർ റോഡ്സും സാൻഡ് പേപ്പർ നമ്പേഴ്സും ഒന്നുമില്ലാതെ തന്നെ ടീച്ചർ വാരിയെറിഞ്ഞ ആ കല്ല് പെറുക്കിയാണ് ഞാനും എണ്ണാൻ പഠിച്ചത്. ഓർമ്മ പരിശോധന മത്സരത്തില് ടീച്ചർ മണപ്പിച്ച മാവിലിയുടെ മണം ഇന്നും എന്റെ മൂക്കില് നിറഞ്ഞു നിൽക്കുന്നു. സ്കൂളിൽ വെച്ച് നടത്തിയ സോറി മാം സ്കൂളിൽ വെച്ച് നടത്തിയ അംഗനവാടി തലം ഓയോ, നല്ലതായിരുന്നു. നല്ല രസമുണ്ടായി കേൾക്കാൻ. എനിക്ക് സങ്കടം വന്നിട്ട് വായിക്കാൻ പറ്റുന്നില്ല. സാരില്ല മൃദുല, നന്നായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഏതെങ്കിലും മാസികകളിലൊക്കെ പ്രസിദ്ധീകരിക്കാൻ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. അത് നന്നായിട്ട് എഴുതുമല്ലേ? ഞങ്ങളൊന്നും എഴുതി അത്ര ഉണ്ടാവത്തില്ല. പ്രത്യേകം പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജിൽ എഴുതാനായിട്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജിലാകുമ്പോൾ നിങ്ങളുടെ മാക്സിമം അവിടെ പുറത്തു വരും. എന്താണ് ആ ടീച്ചറെ കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഒരു പാരഗ്രാഫ് കൂടെ ഉള്ളൂ. ഓക്കെ മാം, അത് ബാക്കി ഞാൻ വായിക്കാം. സ്കൂളിൽ വെച്ച് നടത്തിയ അംഗനവാടിയിലെ മത്സരത്തിന് ടീച്ചർ കുടയും ചൂടി എന്നെ കൊണ്ടുപോയതും അവിടെ വെച്ച് തണുപ്പ് കാലത്ത് ഉപയോഗിക്കുന്ന വസ്ത്രം ഏതാണെന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരം അറിയാതെ വന്നപ്പോൾ ടീച്ചർ സൈഡിൽ നിന്ന് എനിക്ക് പറഞ്ഞു തരാൻ ശ്രമിച്ചതും ഒക്കെ ഞാൻ ഓർക്കുന്നു. അന്നൊക്കെ എന്റെ മനസ്സിലെ അമ്മ തന്നെയായിരുന്നു ടീച്ചർ. ഇന്ന് ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട ടീച്ചറെ കുറിച്ച് എഴുതാൻ പറഞ്ഞപ്പോൾ ഞാൻ മറ്റാരെ കുറിച്ചാണ് എഴുതേണ്ടത്? അത്രേ ഉള്ളൂ മാം. ഓക്കെ, ഓക്കെ. അപ്പോ അടുത്ത ക്ലാസ്സിൽ ഞാൻ എല്ലാവരെയും കൊണ്ട് വായിപ്പിക്കാം കേട്ടോ. ഇന്ന് വന്നതുകൊണ്ടാണ്, നെക്സ്റ്റ് വീക്കിലേക്കല്ലേ ഞാൻ ഇന്നലെ പറഞ്ഞത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ എല്ലാവരും തന്നെ എഴുതിക്കൊണ്ട് വരും കേട്ടോ. അപ്പൊ ടീച്ചർ മാത്രമല്ല, ഇതുപോലെ ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും കേട്ടോ. ഒരു കാലത്ത് നിങ്ങളെ വളരെയധികം സഹായിച്ചിരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിരുന്ന
ചില വ്യക്തികൾ ഉണ്ടാവാം, ചിലപ്പോ ഈ ഒരു സമയത്തൊക്കെ നമ്മള് അവരുമായിട്ട് അധികം കോണ്ടാക്ട് ഒന്നും വെക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോ ആ ബന്ധം ചിലപ്പോ മുറിഞ്ഞു പോയിട്ട് തന്നെ ഉണ്ടാകാം. അപ്പൊ അവരെ ഈ ഇടയ്ക്ക് ഓർമ്മിക്കുന്നതും കോണ്ടാക്ട് ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അങ്ങനെയുള്ള ചില ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് നല്ല നല്ല സൗഹൃദങ്ങൾ കേട്ടോ, അതുണ്ടെങ്കിൽ നിങ്ങൾ അത് വീണ്ടും കൂട്ടിച്ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ആദ്യം ഒരു ജീവിതമല്ലേ ഉള്ളൂ, നമ്മൾ എപ്പോഴാ മരിക്കുക എന്ന് ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ അല്ലെ. ഇന്ന് കിടന്നുറങ്ങുന്ന മനുഷ്യൻ നാളെ രാവിലെ നേരം പുലരുമ്പോ ഉണ്ടാവണമെന്നില്ല. മാക്സിമം നല്ല നല്ല ബന്ധങ്ങള് ചേർത്ത് പിടിക്കാനായിട്ട് നോക്കുക. ഓക്കെ ഓക്കെ. അപ്പോ ഞാന് ദീപ്തിനോട് ദീപ്തി അല്ലല്ലോ, ശ്രുതിനോട് ചോദിച്ചില്ല അല്ലെ. ശ്രുതിയുടെ വീട് എവിടെയാ ശ്രുതി? എന്റെ വീട് പാലക്കാട് തന്നെയാണ് മാം. ഞാൻ ഫുള്ളും പാലക്കാടാണ്. പക്ഷെ ഞങ്ങൾ താമസിക്കുന്നത് തിരുപ്പൂരാണ്, തമിഴ്നാട്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം തമിഴ്നാടാണ്. ഇപ്പൊ അച്ഛനും അമ്മയും ഒക്കെ അവിടെ തന്നെയാണ്. അവിടെയാണല്ലേ? അടുത്തത് എഴുതുക കേട്ടോ. ലീവ് ലെറ്റർ രജിസ്റ്റർ എഴുതുക. ലീവ് ലെറ്റർ നമ്മൾ നേരത്തെ അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്തില്ലേ, അതുപോലെ തന്നെ ലീവ് ലെറ്റർ രജിസ്റ്റർ. A leave letter register is a record. A leave letter register is a record. മാം ഒന്ന് ഫസ്റ്റ് തൊട്ട് പറയൂ. A leave letter register is a record. 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 Used to maintain. Details of leave applications. Submitted by students. Or staff. In a school. A leave letter register is a record used to maintain details of leave applications submitted by students or staff in a school. എഴുതിയോ എല്ലാവരും? ഓക്കെ. അപ്പൊ ഈ ലീവ് ലെറ്റർ രജിസ്റ്ററിലൂടെ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതായത് ലീവിന് അപ്ലൈ ചെയ്തിട്ടുള്ളവർ ആരൊക്കെയാണ്, അതുപോലെ തന്നെ ലീവിന്റെ റീസൺ എന്താണ് അല്ലെ. ലീവ് എടുക്കാനായിട്ട് ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ. ചിലപ്പോൾ അസുഖമായിരിക്കാം, അല്ലെങ്കിൽ മാരേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫംഗ്ഷന് പോകാനായിരിക്കാം, പലതരത്തിലുള്ള ട്രാവൽസ് ചെയ്യാനായിരിക്കും. അപ്പൊ പലതരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടാവാം ലീവിന്. അപ്പൊ ആ ലീവിന്റെ കാരണം അതിനകത്ത് ഉണ്ടാകും. അതുപോലെ എത്ര ദിവസമാണ് ലീവ് എടുത്തത്, അതിന്റെ ഡ്യൂറേഷൻ, കാലാവധി എത്രയാണെന്നുള്ളത് ഉണ്ടാകും. അതുപോലെ തന്നെ അറ്റൻഡൻസ് വെരിഫൈ ചെയ്യാനും ഈ ലീവ് ലെറ്റർ രജിസ്റ്റർ കൊണ്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി അടുത്തൊരു പോയിന്റ് എഴുതിക്കോട്ടോ. വിസിറ്റേഴ്സ് നോട്ട്. എന്താണ് വിസിറ്റേഴ്സ് നോട്ട് എന്ന് എഴുതാൻ നമുക്ക്. വിസിറ്റേഴ്സിന്റെ രജിസ്റ്റർ ആണ് കേട്ടോ വിസിറ്റേഴ്സ് നോട്ട്.
Visitors note is used to record. Visitors note is used to record the details of people. The details of people visiting the school. Visiting the school for various reasons. For various reasons. A visitor's note is used to record the details of people visiting the school for various reasons. Okay, ഒരു ലൈനും കൂടി ഉണ്ട്. This helps maintain security, transparency and accountability. This helps maintain security, transparency and accountability. ഓക്കെ, അപ്പൊ സ്കൂളിൽ വരുന്ന പല റീസൺസ്, അതായത് പലവിധ കാരണങ്ങൾ കൊണ്ട് സ്കൂളിൽ വിസിറ്റ് ചെയ്യുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ വിസിറ്റേഴ്സ് നോട്ടിൽ രേഖപ്പെടുത്തി വെക്കുന്നത്. ഇത് സ്കൂളിന്റെ സുരക്ഷ, അതുപോലെ തന്നെ സുതാര്യത ഇതൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് എക്സാമിന് എക്സാം ഉണ്ടാവില്ലല്ലോ, വൺ വേർഡ് അല്ലേ ഉണ്ടാവുള്ളൂ? വൺ വേർഡ് ഉണ്ടാവും. ഉണ്ടാവാം, ഇതിൽ നിന്ന് ഉണ്ടാകാം, ചോദിക്കാൻ ചിലപ്പോ, അതുകൊണ്ടാണ് തന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ സൈൻ ഔട്ട് ചെയ്തോളൂ. ഞാൻ തന്നെ പറയാം. സൈൻ ഔട്ട് ഞാനാണ്, സബീന ആണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിച്ചത് ഓഫീസ് മാനേജ്മെന്റിനെ കുറിച്ചായിരുന്നു. ഓരോ സ്കൂളിലും ഓഫീസിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട റെക്കോർഡ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ ടീച്ചേഴ്സ് കീപ്പ് ചെയ്യേണ്ട റെക്കോർഡ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അറ്റൻഡൻസ് രജിസ്റ്റർ, ലീവ് ലെറ്റർ രജിസ്റ്റർ, വിസിറ്റേഴ്സ് നോട്ട് എന്നതിനെ കുറിച്ചൊക്കെ ഒരു ചെറിയ നോട്ട്സ് ടീച്ചർ തന്നു. പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തരും അവർ വർക്ക് ചെയ്യുന്ന അവരുടെ വർക്ക് എക്സ്പീരിയൻസിനെ കുറിച്ച് കുറെ ഷെയർ ചെയ്തു. പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ മൃദുല ഫേവറേറ്റ് ടീച്ചറിനെ കുറിച്ചുള്ള ഒരു വിവരണം, അത് മൃദുലയ്ക്ക് എങ്ങനെയാണോ ഇമോഷണൽ ആയി പോയത് അതുപോലെ തന്നെ ഞങ്ങൾക്കും ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിപ്പോയി. മൃദുലയൊക്കെ എഴുതാൻ നല്ല കഴിവുണ്ട്. അത് മൃദുല നന്നായിട്ട് വിനിയോഗിക്കുക. നല്ലൊരു ഭാവി ഞങ്ങൾ അതിൽ കാണുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.